ഈശോമിശിഹായ്ക്ക് എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ബിനോയ് പാല. ഇപ്രാവശ്യം വികസനത്തെപ്പറ്റി പറയാം. തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതണം. കേരളത്തിൽ വൻ മാറ്റങ്ങൾ വരും. ജോലി ചെയ്യാൻ മാത്രം കൂലി എന്ന നയം നടപ്പിലാക്കണം. അംഗവൈകല്യമുള്ളവരെയും പെൻഷൻ പറ്റിയവരെയും മറ്റേതെങ്കിലും ഗുരുതര പ്രശ്നങ്ങളുള്ളവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം. കൂലി ജോലി അതൊക്കെ മണിക്കൂറുടെ അടിസ്ഥാനത്തിലാക്കണം. ഓരോ ജോലിക്കും നിശ്ചിത കൂലി നിശ്ചയിക്കണം. നോക്കുകൂലി രാജ്യദ്രോഹമായി കുറ്റമായി പ്രഖ്യാപിക്കണം. അതുപോലെ തൊഴിലാളിക്ക് അവകാശം മാത്രമല്ല കടമയുമുണ്ടോ, അത് തൊഴിലുണ്ട് ഉത്തരവാദിത്വബോധം വേണം. അതിന് തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നാട്ടിലൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഒരു തൊഴിലാളി പിറ്റേ ദിവസം വരുന്നില്ലെങ്കിൽ അവർ നേരത്തെ പറയത്തില്ല. പിറ്റേ ദിവസം കസ്റ്റമർ വരുമ്പോഴായിരിക്കും തൊഴിലാളി ഇല്ലെന്ന് അറിയുന്നത്. അത് മാറ്റണം. അങ്ങനെയുള്ളവരെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് പകരം ആളെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് തക്ക തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ കൈക്കൂലി മേടിച്ചാൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാകണം. അഴിമതിക്കാർക്ക് അഴിമതി എന്ന നയം നടപ്പിലാക്കണം. സർക്കാർ PSC, KSEB, KSRTC, മറ്റ് സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങൾ അവിടെയെല്ലാം ശമ്പളം, പെൻഷൻ ഇവയ്ക്ക് പരിധി നിശ്ചയിക്കണം. അനാവശ്യ തസ്തികകൾ നിർത്തണം. ഇപ്പോൾ ഇൻ്റർനെറ്റും ടെക്നോളജിയൊക്കെ വളരെ ഡെവലപ്പായിട്ടുണ്ടോ. എല്ലായിടത്തും സർവ്വേ നടത്തി ആവശ്യത്തിൽ കൂടെയുള്ളവരുടെ വോളണ്ടറി റിട്ടയർമെൻറ്റ് കൊടുക്കണം. മിലിറ്ററിയിലുള്ള പോലെ ചുരുക്കം ചില മേഖലകൾ വെച്ച് ബാക്കി എല്ലായിടത്തും 15 വർഷത്തെ സർവീസാക്കണം. പകരം ചെറുപ്പക്കാർ വരട്ടെ, കേരളം ചെറുപ്പമാകട്ടെ. വികസിത രാജ്യങ്ങളിൽ ഗൾഫിലൊക്കെ കോമൺ ID ഉണ്ടോ, അത് സ്കാൻ ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഫിംഗർ അല്ലെങ്കിൽ തല സ്കാൻ ചെയ്യും. നാട്ടിലും അങ്ങനെ ആധാർ മോഡിഫൈ ചെയ്തോ അതുപോലെ ആക്കണം. വോട്ട് ഉൾപ്പെടെ എല്ലാത്തിനും അത് മതി. പുറനാടുകളിൽ ഭൂരിപക്ഷം സർക്കാർ സർവീസുകളും ഓൺലൈനാണ്. അല്ലാത്തവ ഓഫീസിൽ ചെന്നാൽ ഉടൻ കാര്യങ്ങൾ നടത്തി തിരിച്ചു പോരാൻ സാധിക്കും. നാട്ടിലും അങ്ങനെ വരണം. ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ടോ. സർക്കാർ ഓഫീസിൽ കയറിയിറങ്ങുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണം. ആരെങ്കിലും ബിസിനസ് തുടങ്ങാൻ വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വന്നാൽ പല ഓഫീസുകൾ കയറിയിറങ്ങുന്ന സമ്പ്രദായം പാടില്ല. സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമാകണം. ഏകജാലക സംവിധാനം കൊണ്ടുവരണം. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം മതത്തിനെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടവരെ മാത്രം സകല മേഖലയിലും തിരികെ കയറ്റുന്നവരെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ, നല്ല കർഷകരെ, നല്ല വ്യവസായികളെ, ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അധ്യാപകരെ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നല്ല കഴിവ് തെളിയിച്ചവരെ വേണം തിരഞ്ഞെടുക്കാൻ. ആസ്ട്രേലിയൻ മന്ത്രിസഭയിൽ കോട്ടയം സ്വദേശി ജിൻസ് ചാൾസ് ഉണ്ടോ. അദ്ദേഹം സ്പോർട്സ് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളായതിനാൽ അദ്ദേഹത്തിന് സ്പോർട്സ് ഉൾപ്പെടെ 3-4 വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടോ. വികസിത രാജ്യങ്ങളിൽ രാഷ്ട്രീയം പാർട്ട് ടൈം ജോലിയാണ്. അവർക്ക് വേറെ ജോലിയുണ്ടോ. നാട്ടിൽ രാഷ്ട്രീയക്കാർ മാത്രം വേറൊരു പണിയും ചെയ്യാതെ ചുരുങ്ങിയ വർഷം കൊണ്ട് കോടികൾ ആകുന്ന മാജിക്ക് നമുക്ക് വേണ്ട. രാഷ്ട്രീയക്കാരെയും ആദായ നികുതി പരിധിയിൽ കൊണ്ടുവരണം. നാട്ടിൽ സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം പെൻഷൻ. അത് മാറ്റി എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക പെൻഷൻ കിട്ടാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. മിക്ക വികസിത രാജ്യങ്ങളിലും അതുണ്ടോ. നാട്ടിലും എല്ലാവരും പല രീതിയിൽ സർക്കാരിന് ധാരാളം നികുതികൾ കൊടുക്കുന്നുണ്ടോ. എല്ലാവർക്കും മാന്യമായി ജീവിച്ച് മരിക്കാൻ അവകാശമുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാറുണ്ട് വികസിത രാജ്യങ്ങളിലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പ്രായം ചെന്നവരും ചെറുപ്പക്കാരുമെല്ലാം ലോകം മൊത്തം കറങ്ങാൻ വേണ്ടി പോകുന്നത്. അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടോ. നാട്ടിലും അങ്ങനെ വരണം. അങ്ങനെ വന്നാൽ വൻതോതിൽ ബാങ്കിൽ പൈസ കൂട്ടിവെക്കുന്നത് കുറയും. പൈസ നാട്ടിലിറങ്ങും. ധാരാളം അനുബന്ധ തൊഴിലവസരങ്ങളും വരും. വികസിത രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാണ് പ്രചരണം നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് വീട്, സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, വിദ്യാഭ്യാസം, ജോലി ഒക്കെയാണ്. അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കൽ എന്നിവയാണ്. നാട്ടിൽ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി മതം, ജാതി, ഭാഷ, മറ്റ് പ്രശ്നങ്ങൾ എടുത്തിടുന്നു. അതുപോലെ നാട്ടിൽ സംവരണം പുനഃപരിശോധിക്കണം. ഇപ്പോൾ എല്ലാ സമൂഹത്തിലും കോടിപതികളുണ്ടോ, പരമദരിദ്രരുമുണ്ടോ. നാട്ടിൽ സംവരണം പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി വിഭാഗങ്ങൾക്ക് മാത്രമായി ചുരുക്കണം. 20% അല്ലെങ്കിൽ 25%. അത് മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുക്കണം. ബാക്കി 75 അല്ലെങ്കിൽ 80% പൊതുമേഖലയിലാക്കണം. മതം മാറിയാൽ ഒരിക്കലും സാമ്പത്തിക അവസ്ഥ മാറില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ധാരാളം പിന്നോക്ക വിഭാഗങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഭരണഘടനയിൽ എല്ലാവർക്കും മതവ്യത്യാസമില്ലാതെ തുല്യനീതി എന്നെഴുതി വെച്ചു. എങ്കിലും പിന്നീട് അത് തിരുത്തി. ഭരണഘടനയിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം സംവരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്നെഴുതി വെച്ചു. ധാരാളം ക്രിസ്തുമത വിശ്വാസികൾ മതം ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിലേക്ക് വന്നു. അതിപ്പോഴും നടക്കുന്നു. കേരളം തൊഴിലാളി സൗഹൃദമാകണം, വ്യവസായ സൗഹൃദമാകണം, കർഷക സൗഹൃദമാകണം, മത്സ്യത്തൊഴിലാളികളെയും ഉൾക്കൊള്ളണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാകണം. അങ്ങനെ വന്നാൽ കേരളം തനിയെ വികസിക്കും. വികസിത രാജ്യങ്ങളിൽ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് പോളിസിയാണ് സകല മേഖലയിലും. അത് ഈശോ പഠിപ്പിച്ച സുവർണ്ണ നിയമമാണ്. ഈശോ പറഞ്ഞു, ദൈവം പിതാവ് എല്ലാവരും സഹോദരങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ്.
ഇതിൽ സകല നിയമവും പ്രവചകന്മാരും അടങ്ങിയിട്ടുണ്ടെന്ന് ഈശോ പറഞ്ഞു. അവിടെ എല്ലാ ജോലിയും മാന്യമാണ്. കഴിവുണ്ടെങ്കിൽ ആർക്കും എത്ര ഉയരങ്ങളിലും എത്താം. ഉദാഹരണം ബരാക് ഒബാമ, കമല ഹാരിസ്, ഋഷി സുനാക് ഒക്കെ ഉദാഹരണങ്ങളാണ്. ആധുനിക ശാസ്ത്രം പിറന്നതും അവിടങ്ങളിൽ തന്നെയാണ്. അതുപോലെ മലയാളിയുടെ ആരോഗ്യം സമ്പത്ത് നശിപ്പിക്കുന്ന മദ്യ ലോട്ടറി മേഖലയിൽ നിന്നും സർക്കാർ പിന്മാറണം. ലോട്ടറി നിരോധിക്കണം. നിയന്ത്രണങ്ങളോടെ സ്വകാര്യ മേഖലയിൽ മദ്യം അനുവദിക്കണം. മത്സരം വന്നാൽ ക്വാളിറ്റി കൂടും, വില കുറയും, നല്ലത് കയറ്റുമതിയും ചെയ്യാം, ധാരാളം തൊഴിലവസരങ്ങൾ വരും. അതുപോലെ നമ്മുടെ ഒരു സിനിമയെ കണ്ട പോലെ വെള്ളാനകൾ എന്നുള്ള സിനിമയാണ്. നമുക്ക് വികസനം എന്ന് പറഞ്ഞാൽ നമ്മളും വികസിക്കണം, നമുക്ക് ചുറ്റോളം വികസിക്കണം എന്ന കാഴ്ചപ്പാട് മാറ്റി എല്ലാവരുടെയും വികസനം നടക്കണം. 4 കോടി ജനങ്ങളും 4 കോടി മലയാളികളും അല്ലെങ്കിൽ 130 കോടി 140 കോടി ഇന്ത്യക്കാരും വികസിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.